ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചാന്മാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി നമ്മൊരു ട്രിപ്പ് പോയി. അതായത് ട്രിപ്പ് കഴിഞ്ഞിട്ട് അവരെയൊക്കെ ആക്കിയിട്ട് പോകണമായിരുന്നു നമ്മ. ഗൈസ് ഞാനുണ്ട്, പിന്നെ ഞങ്ങളോട് ഒരു കക്കണാളുണ്ട്, സ്പെഷ്യൽ ആളുണ്ട്, കള്ളനുണ്ട്. കള്ളൻ എന്തൊക്കെയുണ്ട്? ഓട് എന്റെ പേര് അല്ലടാ, നിന്റെ പേര് കകറാണോ? കകറേ ഇവന്റെ പേര് നമ്മ ഇവിടെ കാശ്മീരിയാണെന്ന് തോന്നുന്നു. കാശ്മീരിൽ പോയി. ഇവിടെ എല്ലാം മേരി അമ്മാമ്മയുണ്ട്. സോറി ഗൈസ്, എന്റെ വണ്ടിയിലാട്ടോ 100 രൂപ ഞാൻ ഗിഫ്റ്റ് കൊടുത്ത വണ്ടി. എന്നാ പിന്നെ ഞാൻ നിനക്കെന്ന് വെച്ച ഇതെന്ത് മറ്റേ കൊമ്പൻ BMR കൊമ്പൻ BMR എന്താണ് അതൊക്കെ ഒന്ന് കാണാൻ. അത് ഞാൻ ഓട്ടം കൊടുത്തേക്കണേ. തന്നില്ല, നീ ചോദിക്കണം. അയ്യോ ഗൈസ്, ഇവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഓക്കെ, അതൊക്കെ മൈൻഡ് ചെയ്യണ്ട. ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് പോകാം. ഇത് ഭയങ്കരമായിട്ട് കുന്നും കുഴിയാണ്ട. കുന്നും കുഴിയല്ല, ഭയങ്കര എന്നിലായിരുന്ന സോറടാ. ഗിയർ മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാ. ഇവിടെയൊക്കെ ഇച്ചിരി തട്ടി നീക്കണമല്ലോ. ഇതെന്താണ് ഗൈസ്, ഇവിടെ ഒരു ബ്രേക്ക് ഡാൻസ് കളിക്കാം. ഡിങ് 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 ഡിങ്. ഇത് കാണുമ്പോ എനിക്ക് വേറെ ചില ഓർമ്മ വന്നത് ഗൈസ്. ഇതെന്താണ് ഇങ്ങനെ? അപ്പൊ ഗൈസ്, നമ്മ ഇന്ന് വന്നേക്കണത് മറ്റേ പിക്കപ്പിനെ തള്ളിപ്പറഞ്ഞു വിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മ ഇപ്പൊ എങ്ങോട്ടെങ്കിലും ഒരു ട്രിപ്പ് പോകാന്ന് പറഞ്ഞത് അതെങ്ങനെയാണ്. നമ്മുടെ ഇവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടെന്ന് പറഞ്ഞല്ലോ, അവൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ടും പാടിത്തരും എന്നൊക്കെയാണ് പറഞ്ഞത്. അക്കേ പാടിക്കോളാ. എന്താടാ നീയൊക്കെയല്ലേ പറഞ്ഞ നിനക്ക് പാട്ട് പാടുന്നു. ഇന്ന് 2 സിയാൻ പാടട്ടെ. അപ്പൊ നീ പാടിക്കോ. അക്കുവിന് നമുക്ക് അടുത്ത വീഡിയോയിൽ പാട്ടാക്കാം. കുറച്ച് പോട്ടെ. പിന്നെ പാലും കുപ്പിക്കാരൻ സുഖമല്ലേ? മിൽമ ഫാക്ടറി നീ വാങ്ങിച്ചെന്ന് പറഞ്ഞപ്പോ മിൽമ ഫാക്ടറി അല്ലേ? ആര് പറഞ്ഞു? അക്കു നീ കേട്ടാലോ മിൽമ ഫാക്ടറി വാങ്ങിച്ച കാര്യം? സത്യം പറയടാ, സത്യം പറഞ്ഞ എന്ത്? അപ്പൊ ഗൈസ്, നമുക്ക് ഇവിടെ ഒതുക്കാം. ബസ് മറിയോ നോക്കിയൊക്കെ ഇവിടെ ഇട്ടിട്ട്. ശരി, വേണേ വണ്ടി നിറങ്ങിക്കോ. അയ്യോ, ബസ് തന്നെ വരുന്നുണ്ടല്ലോ ചെയ്യാന്. തന്നെയല്ലോ. എന്നാ ഇച്ചിരി പിടിക്കട്ടെ. ഞാൻ ഒരു ഇത് വാങ്ങിക്കാൻ പോയിട്ടല്ലോ. വേണോ നിനക്ക്? വേണ്ട പിന്നെ ഒന്നും എനിക്കും വേണ്ട. പോ. ഇപ്പൊ ഗൈസ്, ഇവിടെ ആർക്കും ഒന്നും വേണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് ഗൈസ്. ഇത് ഉറപ്പാണ്, ഇത് പോകും ബസ് താഴത്തോട്ടേക്ക്. ഇല്ല, ബസ് നല്ല ബസ്സാണ്. അച്ചോ, ഫ്രണ്ടൊക്കെ പോങ്ങി. ഇതെന്താ വണ്ടി ഇടിച്ച? പാവ ആംബുലൻസ്. സിയാനെ കയറ്റി വിടേണ്ട വണ്ടിയായിരുന്നത്. ഇച്ചിരി ഒച്ചതി സംസാരിക്കടാ. ഓക്കെ, വല്ലതും പറയടേ. ഞങ്ങൾക്ക് പറയാനില്ലടാ. എന്ത് പരിപാടി? അടിപൊളി. ഇവന്മാരെ നീ അല്ല, ഞാന് ഒരു എവിടെ? മലയാറ്റൂർ. അവിടെ പോയപ്പോ സിയാൻ മലയാറ്റൂറിൽ പോയിട്ട് തൂറിയിട്ടുണ്ടാവും. ഇവൻ പോയി അവിടെ ഇല്ലേ നാട്ടിച്ച്. എന്റെ പൊന്നക്കു, നീ ഇങ്ങനെ നാറ്റിക്കലടാ. ഞാനൊന്നും ഇല്ല, ഇനി എന്റെ തലയില്ലാത്തതിനും കൂടി കേറ്റിയാ പോരെ? പ്രശ്നം ബസ്സും കൂടി കയറ്റി നോക്കാൻ. അയ്യോ, താങ്ങാൻ പറ്റില്ല. അത്രയ്ക്കൊന്നും വേണ്ട. അത്രയ്ക്ക് വേണ്ടേ? നീയല്ലേ പറഞ്ഞ നിഞ്ച കയറ്റി വെക്കാൻ. അച്ചോ, വണ്ടി വ്യൂ കാണിച്ചു വണ്ടി നിർത്തിയിട്ട് വ്യൂങ്ങൾ കാണിച്ചു. അക്കൊരു വഴുതന കാണിച്ചോട്. അക്കുവിന്റെ വഴുതന കാണിച്ചോ നിനക്ക്? എടാ, ഭയങ്കര വലിയ ദൂരമുള്ള വഴിയാണെന്ന് തോന്നുന്നു. വണ്ടി വണ്ടി ഇറങ്ങൂലേ? ചൊരിവാണോ സംശയം. ഞങ്ങൾ ചുരിവാണോന്ന് അയ്യോ, വണ്ടിയല്ലടാ, ഓടിക്കോ. ഇവിടെ അടുത്തടിയടാ.
ഗൈസ് ഇതാണ് ഞാൻ മരത്തിന്റെ പൊക്കത്ത് കക്കാൻ കയറിയത്. അപ്പൊ ഓക്കെ, ഇപ്പൊ ഗൈസ് നമുക്ക് നേരെ ഇനി പോകാം. പക്ഷെ വൈപ്പറൊക്കെ എന്താണ് ചെയ്യാൻ ഓണാക്കിട്ടേക്കണ നീ എന്ത് കുറച്ചേരം മുമ്പ് ഇതില്ലേ വൈപ്പറ ഉണ്ടാക്കാനൊക്കെ പറ്റും. അവര് ബായോണ്ട് കുറച്ച് ശ്രദ്ധിച്ചോടിക്കട്ടെ, ഞങ്ങളെ ഒക്കെ ഇടരുത്. ഇട്ടാ നീ എന്തേടാ നീ സൂപ്പർമാനാണ്. എനിക്ക് പിന്നെ ജന്മന കഴിവുണ്ട് കാട്ടിക്കേറ്റാനൊക്കെ. ഞാൻ കാണിച്ചേട്ടാ എന്ത് അയ്യോ നിന്റെ കഴിവ് കാണിക്കല്ലേ. എവിടെ പോകുന്നു പോയി പറയാനും അതന്നെ ഇതേപോലെ എങ്ങോട്ട് അയ്യോ അങ്ങനെ നമ്മൾ ഇന്ന് വൈപ്പർ ഓഫ് ആവണമില്ല. നിനക്കതറിയാവാടാ മാക്രി കൊള്ളടാ. പണി പഠിച്ച ആശാന്റെ അടുത്ത് തന്നെ ഇറക്കണം നീ. ഓക്കെ 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 ഇതൊന്നാണ് ഗൈസ് വണ്ടി അനങ്ങാത്ത എൻ്റെ. അമ്മ പിന്നെ ഞാൻ ഇപ്പൊ പറപ്പു കാണിച്ചാൽ അവരെ ഞാൻ വിടൂലേ. പോടാ അങ്ങോട്ടേക്ക്. അയ്യോ അയ്യോ പിന്നാണ്ടിക്ക് ഞാൻ കീറിയാ നീ ഞാടിക്കോട്ടാ ചെക്കാന്ന് ചേട്ടാ പിന്നെ കടുമുട്ട കേട്ടാ. ഒരു വയസ്സിനല്ലേ അല്ലടാ 1000 വയസ്സ്. അപ്പോൾ ഗൈസ് നമ്മ പിക്കപ്പ് ഞാൻ പറഞ്ഞു വിടാറുണ്ട്. ഇവിടെ ആരാണ്ട് ഏതൊരു അമ്മയെന്നോ സിയാന നീ കാണിക്കണുണ്ടോ ബസ്സിൻ്റെ അവിടെ നിന്ന് അടിക്കണ. ഓ ഗെയിം ഇങ്ങനെ അടിച്ചു വരണ ഗെയിമാണല്ലേ. അല്ല ഗൈസ് സിയാൻ കളിക്കണ അടിച്ചു വരണ ഗെയിമാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സൗണ്ട് ഒക്കെ വരുന്നത്. ഓ വെറുതെ അല്ല വളിവിടുന്ന സൗണ്ട് വരും. നീ അധികം നേരം കളിക്കല്ലോ ഫോണിൽ. ഫോൺ അടിച്ചായിട്ട് വരും ഒന്ന്. ഫോണിൽ എഡിറ്റ് ആയാലില്ലേ ഫ്രീ ഫയർ എല്ലാം കൂടി കളിക്കണല്ലേ. അപ്പൊ ഗൈസ് നമ്മ നേരെ പിന്നെയും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അവന്മാരവിടെ ഇടിയാണ്. അക്കുവിന്റെ ഷർട്ടൊക്കെ കീറിയ സൗണ്ട് ഉണ്ട്. കീറിക്കൊടറാ സിയാനെ. ആ പാൻറ് അങ്ങനെ വലിച്ചു കീറിക്കോ. അത് കേട്ടിട്ടുണ്ടാവില്ലടാ സിയാന്. ഇച്ചിരി കൂടെ വരിക കീറാ അവന്റെ പാൻറ്. ഗൈസ് സിയാന്റെ പീഡിപ്പിക്കലാണ് അക്കുവാടെ സഹിക്കുന്നത്. എന്താടാ വഴുതനങ്ങ കണ്ടാ നീ? ഇതെന്ത് വഴുതനങ്ങ? അതല്ലേ സിയാന്റെ അയ്യോ ഞാനിക്കോട്ടെ വരൂണേ അജൂൺ ഐസ്ക്രീം എടാ അരുൺ ഐസ്ക്രീം മറ്റേവൻ ഷോൺ. ഇവൻ കള്ളൻ ചക്കൻ പറഞ്ഞ് ഷോൺ അടിച്ചോ. കുഴപ്പമില്ല കൊപ്പില്ല നിന്നടിക്കാം. അയ്യോ വേണ്ട 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 ഷോൺ അടിച്ചോ. എന്നെ അടിക്കണ്ട. എന്നെ തൊട്ട് എന്തേടാ എടാ ഇവിടെ പണിയാ. ഈ വണ്ടിക്കാരൻ പണി വെച്ചിട്ട് കൊന്നിട്ട് സിയാനെ പണി വാളിയടാ. വണ്ടി അനങ്ങണു. ഒരു പാട്ട് പാടാം പക്ഷെ ഇപ്പഴല്ല. മറ്റവൻ അടിച്ചു വെച്ചിട്ട് വണ്ടി ഉണ്ടോ ഒത്തിരി അനങ്ങണില്ല ഇവൻ. ഗൈസ് ഇവൻ അനങ്ങണില്ല. നമ്മ എന്ത് ചെയ്യും? അയ്യോ പടിവാളി പടിവാളി. കാടിക്കൂടി കയറാൻ പറ്റിയ ഇറക്കാണില്ലെങ്കിൽ ആ നടിയിൽ കൂടി എടുത്തൊന്നും പോയാ. എടാ ഒരു കാര്യം ചെയ്താലോ ആ സൈഡിൽ കൂടി എടുക്കാൻ പറ്റില്ല. എടാ ഒന്ന് പോടാ. അടിയിലായിട്ട് റോഡുണ്ടാ? ഇല്ലടാ ഉണ്ടുണ്ടാവും. ഇറങ്ങി നോക്കണി. ആടെ ഇറങ്ങി വല്ല പയനെ നീങ്ങാണ്ട. നമ്മളെ ബസ് ഇടിച്ച് പൊളിച്ചിട്ടായാലും ശരി നമ്മ ഇത് വളച്ചേ. നിനക്കിപ്പോ റോങ് സൈഡ് ആയതാണോ ഇപ്പൊ പ്രശ്നം? ഇവനൊന്ന് ഇടിച്ചിട്ടപ്പോഴും എനിക്ക് സമാധാനമായത്. ഇവന് നമുക്ക് ഇറക്കി വിട്ടാലേ അക്കുനെ. അയ്യോ വേണ്ട അയ്യോ ഞാൻ ഒന്നും ഉണ്ടല്ലേ. വണ്ടി എടുത്തു എടാ നീ അവനെ അടിക്കല്ലേ. അപ്പൊ വീണ്ടും നീ കൂട്ടോ. വണ്ടിയൊക്കെ ഒന്ന് കഴുകിട്ടോട്ടാ. അടിച്ചു തുളച്ചിട്ടോ. അടുത്ത കസ്റ്റമേഴ്സ് ഒക്കെ വരാനുള്ള ഇച്ചിരി കഴിഞ്ഞിട്ട് എല്ലാരെയും വിളിച്ചോണ്ട് പോയേക്കാന്ന് ഞാൻ വിചാരിച്ചു. അയ്യോ അല്ല അപ്പൊ ഞാൻ പിക്കപ്പിനോട് ട്രാവലൻസ് അല്ല അത് ആംബുലൻസ്. ആളില്ലാത്ത ആംബുലൻസ് ആന്ന് തോന്നുന്നു.
ആ ഞങ്ങളിപ്പോ കുടിയില്ലേ? ഇല്ല. റിവേഴ്സ് ഇട്. മറ്റവനെ കാട്ടി കയറ്റിയ ഇവനെ പോലെ നേരത്തെ പണിയുണ്ടാക്കി തന്നെ എനിക്ക്. ആ ആംബുലൻസ് മാറ്റി. ആംബുലൻസിനൊന്ന് മാറ്റിക്കാനെ ഗൈസ് നമുക്ക് പോകാം അല്ലേ? എന്റെ പുറകെ ഒരു വണ്ടി ഉണ്ട്. നിന്റെ പുറകെ വണ്ടിയല്ലോ ബാസ് അല്ലേ? പൊക്കത്തൂടി കയറ്റാൻ പറ്റുവോ? ചാടിക്കറ്റുവോ? ഗൈസ് ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യല്ലേ ചെയ്യാനേ? മറ്റവനായിട്ട് ഒരു ഇടിയും കൂടി കൊടുത്തിട്ട് പോയി നമ്മുടെ വണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൊന്ന്. സ്പീഡ് എന്നാ പിന്നെ ഇനി ഇവനെ കൊണ്ടുപോയാലോ? വണ്ടി അതിന്റെ പൊക്കത്ത്. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇവിടെ നിന്ന് വന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണ്ടേട്ടാ. അപ്പൊ ഗൈസ് നമ്മളെ ഇതിന്ന് വന്നിട്ടുണ്ട് കൂട്ടിന്ന്. ഞാൻ പാട്ട് പാടാ. ആ പാട്ട് പാടിക്കോ. മൈക്കിൾ ചേട്ടാ സൈക്കിള് തരുമോ? മൈക്കിൾ ചേട്ടാ സൈക്കിള് തരുമോ? മൈക്ക് ടെസ്റ്റ് തരില്ല ചെയ്യാനേ. ശരി. ഞാൻ പോകട്ടെ. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതുപുത്തൻ വീഡിയോയിലേക്ക് കൂടി വേറെ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഈ കാട്ടിൽ നിന്ന് കയറണമെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഹലോ ഗൈസ്, നമ്മളെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. നമ്മളെ പുതുപുത്തൻ വീഡിയോ ആണിത്. ഓക്കെ എ വി ബ്ലോഗ്സിടാ. എ വി അല്ല AC. പോടാ AC കുട്ടാ പോടാ. ഞാൻ മര്യാദ പാട്ടോടൂരാ. പാടിക്കോ ആൾക്കാരൊക്കെ തെറിച്ചോളൂ. ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് പാട്ട് പാടാൻ പോയ അടുത്ത പാട്ട് വന്നിട്ടുണ്ട്. ഓക്കെ പാട്ട് പാടാം. ഹലോ സെറ്റ്. മൈക്കിൾ ചേട്ടാ സൈക്കിള് വരുമ്പോ എങ്ങോട്ടേക്കാ മോനെ പോകുന്നത്? ചന്ദ്രനിലേക്ക് എന്തിനു പോണം? നല്ല ഐഡിയ, ഗുഡ് ഐഡിയ. ഓക്കെ കക്കാൻ പോണം. എടാ മോനെ ടയറില്ലല്ലോ, ചേട്ടാ ബ്രേക്കില്ല, കാലുണ്ട് ചേട്ടാ, പെടലില്ല, കാലുണ്ട് ചേട്ടാ. ഓക്കെ എന്നാ എടുത്തോ, പോയിട്ട് വരാം. റോട്ടിൽ കൂടി പോകുമ്പോൾ പറക്കുന്ന സൈക്കിള്, റോട്ടിൽ കൂടി പോകുമ്പോൾ പറക്കണ സൈക്കിള്, റോട്ടിൽ കൂടി പോകുമ്പോൾ പറക്കണ സൈക്കിള്, നല്ല സൈക്കിള്. പോകാം. നീ ഏതാണ്ട് ചെറുക്ക നീ എന്താണ് ചെറുക്ക എവിടെ മേഘത്തിലിരിക്കണേ? പാല് വാങ്ങിച്ചാ നിനക്ക്. ഇവിടെ പശു എനിക്ക് പശുവൊന്നും വേണ്ട, പാലും വേണ്ട, ഒരു കുണ്ടിയും വേണ്ട. എനിക്ക് ബുൾസ് മിൽക്ക് ഷേക്ക്, ബിരിയാണി, അൽഫാം മന്തി എല്ലാം വേണ്ട. ചേട്ടാ വയറ് കൂടെ വയറാവും. എടാ ഇവിടെ തെറ്റാണ്ട നമുക്കിവിടെ കഴിച്ചാലോ വാങ്ങി? ചേട്ടാ ഇവിടെ ആടിനെ കൊടുക്കണ്ട, അതേ ആടിന്റെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ടോ? കൊള്ളാം. ഇനി അതിന്റെ പാലും കൂടി കുടിക്കാനായിട്ടാണ് അതിനൊക്കെ ഇനി. ഞാൻ ചോദിച്ച വേറെ, നീ ചോദിച്ചത് മനസ്സിലാക്കിയത് വേറെ. നീ തിരിച്ചോട്ടെ. അപ്പൊ തന്നെ ഞാൻ തുടങ്ങാം അടുത്ത പാട്ട്. തുടങ്ങല്ലേ? ആദ്യം നമുക്ക് ഇവിടെ തുടങ്ങണോ? നീ അതെ സിയാനെ ഇത് കഴിക്കും, നീ ഇവിടെ നിൽക്കട്ടാ. ഞാൻ പോയി അടുത്ത ഇത് വാങ്ങിക്കട്ടെ. ഓക്കെ ചേട്ടാ, ഇവിടെ വല്ല കഴിക്കാനുണ്ടോ ചേട്ടാ? നീ ഒന്ന് മിണ്ടാണ്ടിക്ക. ചേട്ടാ ഇവിടെ നിന്ന് 2 സമൂസ 2 പാനിപൂരി എടുത്തോ. മോനെ പാനിപൂരി ഇവിടെയുള്ള മോനെ ഞാൻ ഊഞ്ഞാലാടാൻ വെച്ചേക്കണാണ്. എന്നാ പോയി ഊഞ്ഞാലാടാ. ഇത് ഞാൻ ഊഞ്ഞാലാടി നോക്കട്ടെ. ഇവിടെ എവിടെയാണ് മറ്റേ ഇത് കയറ് ഒന്നുമില്ല. ഇവിടെ ഊഞ്ഞാലുണ്ടായി ഇച്ചിരി ആടിയിട്ട് പോയി. നീതായിട്ട് കാണിക്കും. ആത്മഹത്യ പോടാ പിന്നെ നമുക്ക് പോയ ഇവിടെ ഒന്നുമില്ല. ഓക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ നല്ല ഓക്കെ. എന്താണ് ചെറുക്കാ നീ മേലിരിക്കണം മേച്ചേ? എന്താണ് ചെറുക്കാ നീ മേഘത്തിലിരിക്കണം? അത് പിന്നെ ചേട്ടാ ഞാൻ പോകുമ്പോൾ കാല് അടി തട്ടി. ഓയ്
എന്നിട്ട് ഞാൻ ദൂടെ വീണു ചേട്ടാ വാടാ ബാക്കിൽ കയറിക്കോ അന്നൊക്കെ നമുക്ക് തിരിച്ച് പോകാം. താങ്ക് യു കഴിഞ്ഞു. എന്ത് കഴിഞ്ഞു? അവൻ തന്നെ പാട്ട് പാടിയിട്ട് അവൻ തന്നെ കൈയൊട്ടി. ഇവന്റെ വളച്ച പാട്ടിന് 2 കൈ കൊടുക്കാം. അപ്പൊ നീ ഒരു പാട്ട് പാടിക്കാന്ന? അയ്യ അപ്പൊ പറ്റൂല. പാടിക്കോ. എനിക്കിപ്പോ പാട്ട് പാടാനൊരു ശരിക്കും എടാ ഇവനെ വളിച്ച പാട്ടൊക്കെ ഒന്ന് അറിയാൻ പാടില്ല. എന്നെ പോലത്തെ സെറ്റ് പാട്ട് ഇവന്മാർക്കൊന്നും അറിയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ തന്നെ യൂട്യൂബ് നോക്കിയൊന്നല്ല പഠിച്ച. ഞാൻ ഒറ്റക്ക് ഉണ്ടാക്കിയാ പഠിച്ച. എന്നായില്ലേ യൂട്യൂബ് മാമന്റെ അടുത്ത് പോയപ്പോ ഇവന്മാര് പറഞ്ഞ് നീ പോലെ ഞാൻ നിനക്കൊന്നും പഠിപ്പിച്ചല്ലോ. അപ്പൊ ഞാൻ സ്വന്തമായിട്ട് അവിടെ പഠിച്ച് ഒരു ദിവസം സിംഗർ കോൺടസ്റ്റിൽ പോയി. അപ്പൊ യൂട്യൂബ് അണ്ണനും ഞാനും കൂടി ഫൈറ്റ് വന്നു. അപ്പൊ ഞാൻ ജയിച്ചു. എന്തൊക്കെയാ എനിക്കൊന്നും മനസ്സിലായില്ല ബ്രോ. അവന്മാര് പറഞ്ഞത് കിളിയില്ലാത്തവന്മാര് പറഞ്ഞ ഇങ്ങനെ ഈ വണ്ടി ഓടിക്കാൻ കിളിയില്ല. കിളിയില്ലാത്തോണ്ടാണല്ലോ ഞാൻ ഇപ്പൊ ഇത്ര ഒത്തിച്ച. ഞങ്ങള് കൊക്കേച്ചടിക്കും. പിന്നെ അക്കുവിന് പിന്നെ ബസ്സിൽ ക്ലിയർ ഇവിടെ ക്ലച്ച് എവിടെയെന്ന് അറിയാത്തോണ്ട് ഇതുപോലെ ബസ്സിന് ലൈസൻസ് എടുക്കാൻ ആയിട്ടില്ല. ഞാൻ ലൈസൻസ് ഒക്കെ എടുത്തല്ല. ഞാൻ 5 വയസ്സാവും. 5 വയസ്സാവും. 5ാം ക്ലാസ് ആവുമ്പോ ഞാൻ ലൈസൻസ് എടുത്തിരിക്കും. ഉണ്ട്. അപ്പൊ ഗൈസ് നമ്മ ഇവിടെ മൂഞ്ചിരിക്കുന്നു. ഇവൻ അടിച്ചത് ഇവന്റെ ബാക്കിൽ നിന്ന് അടിക്കും. ആ ബാക്ക് സൈഡിൽ നിന്ന് അടിക്കും. അപ്പൊ വാങ്ങും. നമ്മ ഒക്കെത്തും. അത് മതിയാ. ഷോർട്ട് കട്ട് അടിച്ചല്ല നീ. ഇത് ഷോർട്ട് കട്ടല്ല. ഇതെന്ത് കട്ട? ഷോർട്ട് കട്ട് അടിച്ചില്ലേ? നമുക്ക് താഴേക്കല്ലട വരേണ്ടത്. താഴത്തേക്കാണ്. നമുക്ക് മഞ്ഞിലേക്ക് പോവാ. ഈ സ്ഥലത്തൂടെ നമ്മൾ നേരത്തെ പോയതാണ്. ജസ്റ്റ് ഒന്ന് ഷോർട്ട് കട്ട് അടിച്ചതാണ്. താഴത്തേക്കോളാ മഞ്ഞുമലക്കോളാ കടക്കോ. മഞ്ഞുമലന്നാണ് നമ്മളിപ്പോ വന്നത്. അല്ലടാ അവിടെ ശരി അങ്ങോട്ടേക്ക് പോവാം. നമുക്ക് കുറച്ചൊക്കെ കളിക്കട്ടെ. നീമ്പോ ബോധമില്ലേ ഞങ്ങക്ക്? മഞ്ഞുമലന്നാ വന്നത്. ആടെ നമ്മളിപ്പോ മഞ്ഞുമലന്നാ വന്നത്. തിരിച്ചു പോവാ മഞ്ഞുമലക്ക്. തിരിച്ചു പോണ വണ്ടിയുടെ അടിയിൽ പോയി എന്തോ കുടുങ്ങിയിട്ടുണ്ടല്ലേ. വണ്ടി വേറെ കാറ്. അപ്പൊ ഗൈസ് അടുത്ത പിക്കപ്പിന് വിളിച്ചിട്ടല്ല. അപ്പൊ ഗൈസ് അക്കു പുതിയ പാട്ടും കണ്ടുപിടിച്ച് വന്നിട്ടുണ്ട്. നമ്മ പിക്കപ്പിനെ വിളിച്ച പിക്കപ്പിയുടെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത് നമ്മളെ. ഗൈസ് നമ്മത് സിയാൻ പറഞ്ഞ പോലെ മഞ്ഞുമലയുടെ അടുത്തെത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ മഞ്ഞൊന്നും കാണാനില്ല. അതാണ് വേറെ പ്രത്യേകത. അയ്യോ വണ്ടി കീറിന്ന് മാറിപ്പോയി. ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം. എടാ വണ്ടിയുടെ പൊക്കത്തുനിന്ന് ഭയങ്കര കാച്ചറ. തള്ളിട്ടല്ലേ കൊലപാതകം ചെയ്താൽ നമുക്ക് ഒരു കൊലപാതകം നടത്തിയാലോ? നമുക്ക് പോടാ പോടാ. ഗൈസ് ഇവിടെ പോയി അവനെ പീഡിപ്പിക്കാം. തള്ളിയിടൊന്നും പറയും. ഞാൻ ഡ്രസ്സൊക്കെ കീറി. ഞാൻ പോയി ഡ്രസ് എടുത്ത് ഈ കിളിയില്ലാത്തവനൊക്കെ എന്തിനു പിടിച്ചോണ്ട് വന്നേനി? കിളിയില്ലാത്തവനെ വണ്ടിക്ക് കിളിയായിട്ട് വെച്ചാണ്. ഓ എന്നാ ഈ കിളി എന്താ സൗണ്ടോ ഇല്ലാത്ത? ഈ കിളിയുടെ സൗണ്ട് നടക്കടാ. ഭാഗ്യവാളിന്ന് പറയാന്. അക്കുവിന്റെ കിളി കണ്ടെങ്കിൽ നിങ്ങൾ ചിരിക്കുക. ഒരു കിളിയാണ് കേട്ടോ ശരിക്കും. അയ്യോ ഇവന്റെ പേരാണ്. അടുത്ത പിക്കപ്പിന്. അപ്പൊ ഗൈസ് നമ്മ പിന്നെ പിക്കപ്പിനെ വിളിച്ച് പിന്നെ ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട്. ഗൈസ് ഇത് ഭയങ്കര ലോങ് യാത്രയാണ്. ഗൈസ് ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണ്ട. അല്ലെങ്കിൽ ഞാൻ ഇടും നെക്സ്റ്റ് പാർട്ട്. ഗൈസ് നിങ്ങൾ എനിക്ക് ഒരു സഹായം ചെയ്യണം. എങ്ങനെയാണ് ഗൈസ് നിങ്ങൾക്ക് കമന്റ് ഇടാൻ ഓപ്ഷൻ വേണ്ട? അതൊന്ന് പറഞ്ഞു തന്നാ കൊള്ളായിരുന്നു. ചെയ്യാൻ പിടിച്ചടിച്ചാൽ കമന്റിന്റെ ഓപ്ഷൻ ഈ അക്കുവല്ല ബിയോന്റെ അണ്ടിയും കുണ്ടിയും വിളിച്ചാൽ അപ്പൊ ചെയ്യാനെ പിടിച്ചു വലിച്ചോ. ഓക്കെ ബൈ ബൈ. ബിയോനെ വിളിച്ചോ. ഓക്കെ ബൈ ബൈ. ബൈ ബൈ. ഇപ്പഴല്ല ബൈ ബൈ. ഈ വീഡിയോ നമുക്ക് ചടിക്കാം. ഹലോ ഗൈസ്. അപ്പൊ ശുഭമായിട്ടുണ്ട്. ഇതോടെ ഞങ്ങൾ